പെട്ടെന്നൊരു ആക്സിഡന്റ് നമ്മുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പാനിക് ആവും അല്ലേ? എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുക, ആ ആക്സിഡന്റ് പറ്റി ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ചിലപ്പോൾ അങ്ങ് കടന്നു പോവുമായിരിക്കും. ചില ആൾക്കാർ അവിടെ നിൽക്കുമായിരിക്കും. കാരണം എന്താ പറയുക, ചില പേർക്ക് അത് കണ്ടു നിൽക്കാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം. എന്താണെന്ന് നമുക്കറിയില്ല. എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളൊരു ആക്സിഡൻറ്റ് കണ്ടാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നമുക്കിന്ന് സംസാരിക്കാം. നമ്മളോടൊപ്പം ഉള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എമർജൻസി മെഡിസിൻ, SUT ഹോസ്പിറ്റൽ, ഡോക്ടർ ബിനു ബ്രൈറ്റ്. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു സർ. ഇന്നിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് ആൾക്കാർ പെട്ടെന്ന് പാനിക് ആവും. അവർക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ചിലപ്പോൾ അതൊരു സിവിയർ ആയിട്ടുള്ളൊരു ആക്സിഡൻ്റ് ആയിരിക്കാം, മേ ബി ബ്ലഡൊക്കെ പോയി കിടക്കുന്നതായിരിക്കാം. അപ്പോൾ പെട്ടെന്ന് ഈ പേഷ്യൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മുടെ മണ്ടയിലാവോ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ഇവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റായിട്ട് നമ്മളൊരു ആക്സിഡൻറ്റ് കാണുമ്പോൾ ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും നോക്കേണ്ടത്, ഒരു വ്യക്തിക്ക് തലക്കിടക്കുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സേഫ്റ്റി ആദ്യം നോക്കുക. കാരണം ഒരാൾ തട്ടിയിട്ടിട്ട് പോയാൽ നമ്മൾ അവിടെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കും അടുത്തൊരു ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ വണ്ടികൾ ചെറിപ്പഞ്ഞ് പോകുന്നത്, ചിലപ്പം ഈ വണ്ടി അടിച്ചൊരു പോസ്റ്റിലാണെങ്കിലും ഇപ്പം ഇലക്ട്രിക് ലൈൻ പൊട്ടി കിടപ്പുണ്ടായിരിക്കും, തീപിടുത്തം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഈ വണ്ടി എക്സ്പ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നിരീക്ഷിച്ചിട്ട് വേണം ഒരു ആക്സിഡന്റ് പറ്റിയ വ്യക്തിയുടെ അടുത്തേക്ക് പോകാനായിട്ട്. അതിനുശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യാവുന്നത് മാക്സിമം ഈ വ്യക്തിക്ക് ചുറ്റും ഒരു സേഫ് ഒരു പെരിമീറ്റർ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് വണ്ടി പോകണം, മേ ബി 1-2 വരെ എടുത്ത് ആ വഴി വേണം ബ്ലോക്ക് ചെയ്യാൻ പറയാം. വണ്ടികൾ കടന്നു പോകുന്നതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് ഒരു സേഫ് പെരിമീറ്റർ ഉണ്ടാക്കാൻ നോക്കുക. അതിനുശേഷം എത്രയും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഹെൽപ്പിന് വേണ്ടി നമ്മൾ വിളിക്കുക. ആംബുലൻസോ അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വിളിച്ച് ഒരു ഹെൽപ്പ് അറിയുന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ളവരോട് പോകാം. ഈ ഒരു ആംബുലൻസ് വിളിക്കുന്ന സമയത്ത് നമുക്ക് ആംബുലൻസിനോട് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കേണ്ടതുണ്ടോ? അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, ആ ഒരു വ്യക്തിയെ കണ്ടതിന് ശേഷം എത്ര സിവിയർ ആണ് ഇഞ്ചുറീസ് നമ്മൾ നോക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഒരു പൊട്ടലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് എടുത്ത് പറയാനായിട്ട് ശ്രമിക്കുക. കാരണം ചില ആംബുലൻസ് നമുക്ക് അത്രയും ഫെസിലിറ്റീസ് കാണത്തില്ല. ഒരു ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പോലും സ്പൈൻ ബോർഡ് പോലുള്ള പ്രത്യേകം ബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റും. അതുപോലെ സ്പ്രിന്റുകളും ബോർഡിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നെക്കൊക്കെ മൂവ് ചെയ്യുന്ന പ്രിവെന്റിനൊക്കെ പറ്റും. ഇതൊക്കെ ഉള്ളൊരു ആംബുലൻസ് ആണ് ഏറ്റവും ഉത്തമം. ഇപ്പം നമ്മൾ കോൾ വിളിക്കുമ്പോഴത്തേക്ക് ഇത്രയും സിവിയർ ഇതാണ്, അതേപോലെ എത്ര വ്യക്തികളുണ്ട് ആംബുലൻസിൽ, ഇത് ആക്സിഡൻറ്റ് ഇപ്പോൾ ഒന്നല്ല, ഇപ്പോൾ 3-4 പേര് കാണും. അപ്പോൾ ഒരു ആംബുലൻസ് മതിയായില്ല. അപ്പം ഇത്രയും വ്യക്തികൾ ഇതിൽ ഇൻവോൾവ് ആണ്, ഇത്രയും സിവിയർ ആണ് ഇഞ്ചുറീസ്, ഒരാൾക്ക് ബോധമില്ല. ഇതൊക്കെ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ഈ ആംബുലൻസ് വിടുന്ന വ്യക്തിക്ക് അറിയാൻ പറ്റും ഇത് അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫെസിലിറ്റീസ് വേണ്ടി വന്നേക്കാമെന്നുള്ളത്. അതേപോലെ ഒരു പിക്ക് ചെയ്ത് കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു സിവിയറിറ്റി വെച്ച് തന്നെ. പിന്നെ എക്സാക്ട് ലൊക്കേഷനും ബാക്കിയൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് എത്താനായിട്ട് പറ്റും. ഇപ്പോൾ ആംബുലൻസ് വരാനുള്ളൊരു സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വെഹിക്കിളിൽ കൊണ്ടുപോകാനായിട്ട് ആൾക്കാർ ശ്രമിക്കാറുണ്ട്. അത് എത്രത്തോളം സേഫ് ആണ്? നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി നമുക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തി നമുക്ക് എപ്പോഴും സേഫായിട്ട് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ട്രോമ അല്ല, ഇങ്ങനത്തെ ആക്സിഡൻസ് അങ്ങനത്തെ ഒരു കണ്ടീഷനല്ല. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ആൾക്ക് സാധാരണക്കാട്ടും കൂടുതൽ പ്രശ്നം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ല, ഏറ്റവും പ്രധാനമായിട്ട് നട്ടലിലുണ്ടാകുന്ന പരിക്കുകൾ നമ്മൾ വ്യക്തിയെ പെട്ടെന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കുറച്ച് മോശമാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആക്ച്വലി ആംബുലൻസ് ആക്സസ് ഉള്ളൊരു സ്ഥലമാണെങ്കിൽ മേ ബി ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ പോലും ആംബുലൻസ് വരുമെന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫ് ആംബുലൻസ് ഷിഫ്റ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും. നമ്മളിപ്പോൾ പുറത്തിപ്പോൾ ഒരു ദൂരെയുള്ള സ്ഥലത്താണ്, അവിടെ പ്രത്യേകിച്ച് ആംബുലൻസ് ഒക്കെ എത്താൻ ചിലപ്പോൾ ഒരു 1-2 മണിക്കൂർ സമയം എടുക്കുമെങ്കിൽ മാക്സിമം ആ വ്യക്തിനെ അനക്കാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് വണ്ടിയിൽ തന്നെ എത്തിക്കാൻ ട്രൈ ചെയ്യാം. ബിക്കോസ് വെയിറ്റ് ചെയ്ത സമയം കളഞ്ഞേക്കാട്ടി മേ ബി ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. പക്ഷെ നമ്മുടെ സിറ്റിയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചുറ്റോടെ നടക്കുന്ന സംഭവത്തിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആക്ച്വലി ആംബുലൻസ് തന്നെയാണ്. ഒരു വ്യക്തി അൺകോൺഷ്യസ് ആയി പോയി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മൾ എന്താണ് പഠിച്ചു വെക്കേണ്ടത് ഒരു സാധാരണക്കാരൻ? അതെ, നമ്മളിപ്പോൾ ആക്ച്വലി ആക്സിഡന്റ് അല്ല, എപ്പോഴും ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടതാണ് CPR. അതായത് നമ്മൾ ഹാർട്ട് നിന്നുപോയാൽ എങ്ങനെ നമ്മൾ ആ സമയത്തേക്ക് നമ്മൾ ആ ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആംബുലൻസ് വ്യക്തിയാണെങ്കിൽ നമ്മൾ അറസ്റ്റിൽ പോയി, അതൊക്കെ ഹാർട്ട് ഇടിക്കുന്ന നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് CPR തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ വ്യക്തിയുടെ അടുത്ത് പോവുക. ഇയാൾ സാധാരണ പോലെ ശ്വാസം എടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇത് കാർഡിയക് അറസ്റ്റ് തന്നെ ആയിരിക്കാം. എത്രയും പെട്ടെന്ന് നമ്മുടെ 2 കൈയും ചേർത്ത് വെച്ചിട്ട് നെഞ്ചിനെ വെച്ചിട്ട് നമ്മൾ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത് അറിയാവുന്ന ആരെങ്കിലും ചോദിച്ചു നോക്കി അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതൊക്കെ ഏറ്റവും ഉത്തമം. നമ്മൾ ആംബുലൻസ് വരുന്നത് വരെയും ഇത് കണ്ടിന്യൂ ചെയ്യണം. അപ്പം നമുക്കിപ്പോൾ ഒരാൾക്ക് ഇത് അറിയാമെങ്കിൽ തന്നെ അടുത്ത ആൾക്ക് ഇത് പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുത്തിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. മിനിമം അത് ചെയ്യുന്നത് തന്നെ, അതായത് ബേസിക്കലി നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്ന ഈ മൗത്ത് വായുടെ ശ്വാസം കൊടുത്തില്ലെങ്കിൽ പോലും ആദ്യത്തെ ഒരു 10 മിനിറ്റ് വെറും ചെസ്റ്റിൽ കംപ്രഷൻ ചെയ്താൽ പോലും ചിലപ്പോൾ നമുക്ക് ആ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ചെയ്യാത്ത ഓരോ മിനിറ്റും ഒരു 10% ചാൻസ് കുറഞ്ഞു വരുവാണ്.
അത്രയും റിസ്ക് ഉണ്ട്. അപ്പോൾ ഈ CPR കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അത് മാത്രമല്ല ആൾക്കാർ ചിലപ്പോൾ അൺകോൺഷ്യസ് അല്ലെങ്കിൽ ആൾക്കാരെ തട്ടി ഉണർത്തിയിട്ട് വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിൻ പെട്ടെന്ന് വാങ്ങി കൊടുക്കാനോ ഒക്കെ നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ ആക്ച്വലി ഒരു ആക്സിഡന്റ് പറ്റിയ വ്യക്തിനെ തട്ടി എണീപ്പിച്ച് പൊക്കി ഇരുത്താനോ വെള്ളം കുടിപ്പിക്കാനോ നോക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത് ആക്ച്വലി. കാരണം നേരത്തെ പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി പൊക്കി എണീക്കുമ്പോഴേക്കും മേ ബി ഇയാളുടെ സ്പൈൻ ചിലപ്പോൾ ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ടായെന്ന് കാണും. നമ്മൾ ഈ മൂവ്മെന്റ് ചിലപ്പോൾ അത് കംപ്ലീറ്റ്ലി അതിന്റെ പൊസിഷൻ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കിടക്കുന്ന പൊസിഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കിടത്താനായിട്ട് കീപ്പ് ചെയ്യുക. നമ്മൾ അനാവശ്യമായ ആളെ പിടിച്ച് എണീപ്പിക്കുക. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് വണ്ടി ഇടിച്ച ഉടനെ തന്നെ ഡോർ ഇടിച്ച് പൊളിച്ച് നമ്മളെ ആളെ വെളിയെടുക്കുന്നത്. ഇത് തന്നെ ആക്ച്വലി മേ ബി ആ ഉള്ള ബുദ്ധിമുട്ട് പല ഇരട്ടിയായിട്ട് നമുക്ക് ആക്ച്വലി കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏത് പൊസിഷനിൽ ഇരിക്കുന്നു അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആൾക്ക് വേറെ ഒബ്വിയസ് ആയിട്ട് വലിയ കുഴപ്പങ്ങളില്ല. ഇപ്പോൾ ശ്വാസം എടുക്കുന്നുണ്ട്, ആൾക്ക് സംസാരിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അബോധാവസ്ഥയിലാണ് ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ CPR സ്റ്റാർട്ട് ചെയ്യുക. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. മാക്സിമം ആ പൊസിഷനിൽ നിന്ന് അനക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെള്ളമൊക്കെ വാങ്ങി കൊടുക്കാം. വെള്ളം കൊടുക്കുന്നതിനൊരു ബുദ്ധിമുട്ട് വെച്ചാൽ ചിലപ്പം ഇവർക്ക് ആക്ച്വലി പ്രോപ്പർലി ഉള്ള ഒരു കോൺഷ്യസ്നസ് കാണത്തില്ല. ഇത് കുടിക്കുമ്പോൾ ശ്വാസമാണ് തുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അത് പാനിക്കും കൂടി ആയിരിക്കും. രണ്ടാമത് നമ്മൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോലെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന ഡിലേ വരാനുള്ള ചാൻസ് ഉണ്ട്. അനസ്തേഷ്യക്ക് മിനിമം 4-6 മണിക്കൂറൊക്കെ നമ്മൾ വെള്ളം ഒന്നും കുടിക്കാതിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ കുറച്ച് സെലക്റ്റീവായിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ പോലും ഒരുപാട് സമയം ഇതിനു വേണ്ടി നമ്മൾ നീട്ടി വെക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ബൈക്ക് ആക്സിഡന്റ് വരുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇവരുടെ മറ്റു വണ്ടിയിലേക്ക് ഇടിച്ചൊക്കെ തെറിച്ച് വീഴുന്നതൊക്കെ. അപ്പൊ ഈ ഒരു ഹെൽമെറ്റ് മാറ്റാതെ വേണോ നമുക്ക് ഈ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട്? അതോ ഹെൽമെറ്റ് ഊരി മാറ്റുന്നത് കൊണ്ട് എന്തെങ്കിലും? നമ്മുടെ നാച്ചുറൽ പ്രോബ്ലം നമ്മൾ തല കിടക്കുന്ന കണ്ടാൽ നമ്മൾ ഹെൽമെറ്റ് പെട്ടെന്ന് ഊരാൻ ശ്രമിക്കാറുണ്ട്. അത് ആക്ച്വലി നല്ലൊരു അഡ്വൈസബിൾ ഇതല്ല. എന്ന് വെച്ചാൽ ഹെൽമെറ്റ് നമ്മൾ നീക്കാൻ നോക്കുമ്പോൾ തന്നെ ആക്ച്വലി നെക്ക് ഒരുപാട് മൂവി. അപ്പോൾ എഗെയിൻ നമ്മുടെ നെക്കിലെ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് കൂടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആക്സിഡന്റിൽ ഏറ്റവും നമ്മൾ വിട്ടുപോകുന്നൊരു ഇഞ്ചുറി എന്ന് വെച്ചാൽ നട്ടലിന്റെ ഇഞ്ചുറിയാണ്. അപ്പോൾ നെക്ക് മുതൽ താഴെ വരെ ഉണ്ട്. പക്ഷേ ഇതിൽ സ്പൈനൽ കോഡ്, എൻ്റെ സ്പൈനൽ കോഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും മൊബിലിറ്റി ഉള്ള ഏരിയ തലയ്ക്ക് ഇതിനിടയ്ക്കുള്ള ഭാഗമാണ്. ഇതെങ്ങനെ മൂവ് ചെയ്താലും മാക്സിമം നമ്മുടെ ഇതിന് താഴെയുള്ള എല്ലാ വശവും തളർന്നു പോകാനും ശ്വാസം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പറ്റത്രയും ഈ ഒരു ഹെഡിന്റെ മൂവ്മെന്റ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പറയുന്നത്. ഈ ഒരു ആക്സിഡന്റ് കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവരും അത് അവോയ്ഡ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു ലീഗൽ പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കും. ആക്സിഡന്റ് ആണ്, ഇനി ഇതിന്റെ പുറകെ പുലിവാലായി നടക്കണ്ട, അപ്പോൾ കുറച്ച് ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിനൊരു മെസ്സേജ് അല്ലെങ്കിൽ എന്തായിരിക്കും ഡോക്ടർ? അത് ആക്ച്വലി ഇപ്പോൾ റീസെന്റ് എടുത്തു പറയണം. കാരണം ഇപ്പോൾ റീസെന്റ് പലതവണ നമ്മുടെ സുപ്രീം കോടതി ഉൾപ്പെടെ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പേടിച്ചൊരിക്കലും ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് ചെയ്യേണ്ടതായിരിക്കേണ്ട ആവശ്യമില്ല. അത് വീണ്ടും ഇവിടെ റീസെന്റ് നടന്ന പല കേസുകൾ അത് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരാളെ വ്യക്തിയെ കൊണ്ടുപോയതുകൊണ്ട് മാത്രം നമ്മൾ അയാളുമായിട്ട് എന്താ പറയുക ആ കേസിൽ ഉൾപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ പലപ്പോഴും പണ്ടുണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പം അങ്ങനെയില്ല. അത് കോർട്ട് പ്രത്യേകിച്ച് നമ്മളെ ആൾക്കാരെ സേഫ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ. അപ്പോൾ ഈ ബൈസ്റ്റാൻഡർ ആയിട്ട് ചിലപ്പോൾ ഒരാൾക്കായിരിക്കും ആക്സിഡന്റ് പറ്റുക, അപ്പോൾ കൂടെ ഉള്ള ഒരാൾ പെട്ടെന്ന് പാനിക്കായി പോവാറുണ്ട്. ചിലപ്പോൾ പുള്ളിക്കാരന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എന്നിരുന്നാലും ഇവർ പാനിക്കും. അപ്പോൾ ഈ ബൈസ്റ്റാൻഡറിനെ കൂടെ നമ്മൾ എങ്ങനെയാണ് ഒന്ന് അവരെ അഡ്വൈസ് ചെയ്ത് എങ്ങനെയാ കൊണ്ടുവരാം? അപ്പം നമ്മൾ ആക്ച്വലി ആക്സിഡന്റ് ചിലപ്പോൾ ഒരാൾക്ക് സിവിയർ ഇഞ്ചുറീസ് കാണും, മറ്റൊരാൾക്ക് വലിയ കുഴപ്പം കാണത്തില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരെ ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ പലപ്പോഴും ഇന്റേണൽ ഇഞ്ചുറീസ് ഇമ്മീഡിയറ്റ്ലി ഷോ ചെയ്യത്തില്ല. നമ്മൾ ബ്രെയിനിലുള്ള ഇഞ്ചുറീസ് ആണെങ്കിലും അബ്ഡോമിനലൊക്കെ ഉള്ളതാണെങ്കിലും സമയം എടുത്തേ അത് പുറത്ത് കാണത്തുള്ളൂ. ചിലപ്പോൾ നോക്കുമ്പോൾ ഇയാൾ നടന്ന് ഓടി നടന്ന് എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ കുറച്ചും ഇയാൾ കൊളാപ്സ് ചെയ്യും. അപ്പം അതുകൊണ്ട് ബൈസ്റ്റാൻഡർ ആണ് അല്ലെങ്കിൽ ആ ആർട്ടിയിൽ ഇൻവോൾവ് ആയ മറ്റുള്ള വ്യക്തിയാണെങ്കിൽ പോലും ആ ആളെയും കൂടി ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കാനേ വേണം. നമ്മളിപ്പോൾ അയാൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പോലും അയാളെ കൊണ്ട് കാണിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പലപ്പോഴും നമ്മൾ ഇഞ്ചുറി ഉള്ള ആളുടെ പുറകെ പോകുമ്പോഴത്തേക്ക് മറ്റേ ആളെ വിട്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കാർ അടിക്കുമ്പോഴേ ബാക്കിലുള്ള ആളെ നമ്മൾ ചിലപ്പം അയാൾക്ക് കുഴപ്പമില്ലെന്ന് പറയും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് ഏറ്റവും സിവിയർ ഇഞ്ചുറി ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സിറ്റുവേഷൻസ് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവും. അപ്പൊ ഡോക്ടർ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ബ്ലീഡിംഗ്, ഇപ്പോൾ ഇന്റേണൽ ബ്ലീഡിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ചിലപ്പോൾ ആ പേഷ്യന്റിനെ കാണത്തില്ലായിരിക്കും, അപ്പൊ നമ്മൾ ഡോക്ടറിനെ കാണിക്കണമെന്ന്. ഇപ്പൊ ബ്ലീഡിംഗ് ഉള്ള ആളുണ്ടല്ലോ, അൺകോൺഷ്യസ് ആയി പോകുന്ന ആൾക്കാർ, അപ്പൊ ഈ ബ്ലീഡിംഗ് കാണുമ്പോൾ എന്തായിരിക്കും ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ബാക്കിയുള്ള കണ്ടോണ്ട് നിൽക്കുന്നവരെന്തായിരിക്കും? നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു വ്യക്തി ബ്ലീഡ് ചെയ്യുന്ന കണ്ടാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ക്ലോത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന് പുറത്ത് കംപ്രഷൻ കൊടുക്കുക. നമ്മളിപ്പോൾ ഹാൻഡ് കർച്ചീഫ് ആവാം, ഇത് നമ്മൾ പുറത്ത് വെച്ചിട്ട് നമ്മൾ നല്ലതായിട്ട് കംപ്രഷൻ കൊടുക്കുക. നമുക്ക് വരുന്ന മിക്കപ്പോഴും അബദ്ധം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് പൊക്കി നോക്കും, നമ്മൾ ബ്ലീഡിംഗ് എന്ന് പറയാണ്ട്. പക്ഷെ അത് ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. കാരണം വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത ബ്ലീഡിംഗ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ടെൻഡൻസി ഉണ്ടാവും. അപ്പം നമ്മൾ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കന്നിട്ട് കവർ ചെയ്ത് പ്രഷർ കൊടുക്കുക. പക്ഷെ നമ്മൾ കവർ ചെയ്യുന്ന ആ മെറ്റീരിയൽ ക്ലോത്ത് ഓവർ സോക്ഡ് ആവുകയാണെങ്കിൽ
അത് ഫുള്ള് ബ്ലഡ് കൊണ്ട് സോക്ക് ആവണം. പുറത്ത് വീണ്ടും ഒരു എക്സ്ട്രാ ലെയർ വെച്ചിട്ട് വീണ്ടും കംപ്രഷൻ കൊടുക്കുക. ഒരിക്കലും വച്ച തുണികൾ ആക്ച്വലി എടുക്കാനായിട്ട് ശ്രമിക്കരുത്. എടുത്തിട്ടും വേറെ വെക്കാൻ പാടില്ല. എടുത്ത് ഫ്ലഷ് ആയിട്ട് പുതിയത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വച്ചത് എപ്പോഴും വച്ചതിന്റെ പുറത്ത് വേണം പുതിയ തുണി വെക്കാനായിട്ട്. ഇനി കണ്ടിന്യൂസ്ലി ബ്ലീഡിംഗ് ഉണ്ട് നിൽക്കുന്നതിൽ നമുക്ക് ടൂണിക്കുന്നത് നമ്മൾ ആക്ച്വലി ലേസ് പോലെ നമ്മൾ ടൈറ്റ് കെട്ടുവാണെങ്കിൽ മേ ബി നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും തൽക്കാലത്തേക്ക്. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ നോക്കിയിട്ട് നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടെല്ലാം ചെയ്യാം. പക്ഷേ ഏറ്റവും പ്രിഫറബിളും ഡയറക്റ്റ്ലി നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഡോക്ടറിന് പബ്ലിക്കിന് എന്ത് മെസ്സേജ് ആയിരിക്കും ഇങ്ങനെ ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും പാസ് ചെയ്യുക? അതിൽ പറയാനുള്ളത് നമ്മുടെ ലോകമെമ്പാടുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ യങ് ഏജിൽ, അതായത് ഒരു 50 വയസ്സിന് താഴെയുള്ള ഏറ്റവും കൂടുതൽ മരണങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആക്സിഡന്റൽ ഡെത്താണ്. നമ്മൾ ബാക്കിയുള്ള ഏത് ക്രോണിക് അസുഖത്തെക്കാട്ടി എടുക്കുകയാണെങ്കിൽ ഒരു 5 വയസ്സും ഒരു 30 വയസ്സും താഴെയുള്ള ഒരു ഏറ്റവും കൂടുതൽ മരണങ്ങളും ഈ ഒരു ആക്സിഡന്റ് കാരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇത് നടക്കുന്ന സമയത്ത് ഈ വ്യക്തി മിക്കപ്പോഴും ഒരു ഹോസ്പിറ്റലോ മെഡിക്കൽ ഫെസിലിറ്റി അടുത്തായിരിക്കില്ല. പബ്ലിക് റോഡുകളിലോ വീടുകളിലോ എവിടെ വേണമെങ്കിലും ആവാം. അപ്പോൾ ആ സമയം ചുറ്റുപാടുമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു അതിലായിരിക്കും ആ ആളുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് എന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു വ്യക്തിയെ സഹായിക്കാൻ ഒരിക്കലും മടി കാണിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഏറ്റവും ബേസിക്കലി ചെയ്യാൻ നമ്മൾ ആ വ്യക്തിയെ പോയി ജസ്റ്റ് ഒന്ന് നോക്കുക, ആൾക്ക് ബോധമില്ലെങ്കിൽ CPR സ്റ്റാർട്ട് ചെയ്യുക, ബോധമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹെൽപ്പിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുക. ഇത്രയും മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതിനുശേഷം നമ്മളെ ബാക്കിയെല്ലാം എക്സ്ട്രാ ആയിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിനിമം ഇതെങ്കിലും ചെയ്യാനായിട്ടുള്ള നമ്മൾ എന്താ ഇനിഷ്യേറ്റീവ് എടുക്കുക. രണ്ടാമത് നമ്മൾ ഇതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ലീഗൽ പ്രോബ്ലംസോ അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൺട്രി അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തി സഹായിക്കുന്നത് കൊണ്ട് ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ട എത്രയും പെട്ടെന്ന് തന്നെ സഹായിക്കാനുള്ളൊരു എന്താ പറയുക ഒരു മെന്റാലിറ്റി കാണിക്കുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടേഴ്സ് ഇപ്പോൾ ഒരു ആക്സിഡന്റ് കേസാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പലപ്പോഴും നമ്മൾ പല സിനിമകളിലും ഒക്കെ കാണാറുണ്ട്. ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഇത് പോലീസിനെ അറിയിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇത് കൺസൾട്ട് ചെയ്യുള്ളൂ എന്നൊരു രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? അങ്ങനെയില്ല. ആക്ച്വലി നമ്മൾ പണ്ട് സിനിമയിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. നമ്മൾ ഇപ്പോൾ റിയൽ നടക്കുന്ന കാര്യം പറയാം. നമ്മൾ ഒരു പേഷ്യന്റ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന അയാളുടെ എമർജൻസി കെയറിലാണ്. അവർക്ക് എന്താണ് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ പാരലായിട്ട് നമ്മൾ പോലീസിനെ അറിയിക്കും. അതിന് മെയിൻ റീസൺ വെച്ചാൽ നമുക്ക് ആക്ച്വലി ഇത് എന്ത് സംഭവിച്ചു, ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, നമുക്ക് അതിനകത്ത് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളായിട്ട് ഡീൽ ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമല്ല. അതേപോലെ നമുക്ക് ഫാമിലി ഇൻവോൾവ് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ പോലീസിനെ ഇൻവോൾവ് ചെയ്യും. പക്ഷേ അത് പാരലായിട്ട് നടക്കും. നമ്മുടെ പ്രയോറിറ്റി വിൽ ഓൾവേസ് ഫോർ ദ പേഷ്യന്റ് കെയർ. അങ്ങനെ ആയിരിക്കും പോവാ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ ഒരുപാട് ആക്സിഡന്റുകൾ കൂടുന്നുണ്ട്, പല മരണങ്ങളും നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. TV-യിലായിരുന്നാലും അതുപോലെ സോഷ്യൽ മീഡിയയിലായിരുന്നാലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് യങ് ജനറേഷനിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ വെഹിക്കിൾസ് കൂടുതലും ഓട്ടിക്കുന്നത്. അവർ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എനിവേ, ഈ ഒരു ഗുഡ് മെസ്സേജ് നമുക്ക് വേണ്ടിയിട്ട് കൺവേ ചെയ്ത ഡോക്ടറിനെ ഒരുപാട് നന്ദി. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.